Subscribe to our channel, and press the bell icon to get early notification of our latest video. ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഡിവൈസാണ് പരിചയപ്പെടുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ മഴക്കാലം കഴിഞ്ഞ സമയമാണിപ്പോൾ. ഇപ്പോൾ ചെടികളിലൊക്കെ തന്നെ നമുക്ക് ഈ വർഷക്കാലം കഴിഞ്ഞാൽ ഈ മണ്ണിൽ pH ഇതൊക്കെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ കുമ്മായം കൊടുത്ത് അങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ പലതുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡിവൈസ് ആവശ്യമുണ്ട്. ഏകദേശമൊക്കെ വളരെ കറക്റ്റായിട്ട് കിട്ടും. എങ്കിലും ഒരു 100% ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണ് ടെസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പം ഒരു pH ടെസ്റ്ററാണ് ഇത്. വളരെ കുറഞ്ഞ ഒരു ബഡ്ജറ്റിൽ തന്നെ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. ഏകദേശം ഒരു 400 രൂപയിൽ താഴെ വരുള്ളൂ, 350 അത്രേ ഉള്ളൂ ഞാൻ എടുത്ത സാധനം. ഇതേപോലുള്ള പല ഡിവൈസും ഉണ്ട്. 1000 വരെ 1200 വരെയൊക്കെ ഉള്ളതുണ്ട്. അത് ഡിജിറ്റൽ സൗകര്യമൊക്കെ. ഇതൊക്കെ അനലോഗാണ്. ഇത് ഞാൻ കാണിച്ചിരുന്നത്. ഈ ആണ് ഞാൻ മേടിച്ച മീറ്ററാണ്. ചൈനൻ്റെ ആമസോണിൽ നിന്ന് മേടിച്ചാണ് ഈ സാധനം. എങ്കിൽ കൂടി ഇത് വലിയൊരു ഇപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി. എങ്കിലും അത്യാവശ്യം നല്ല റിസൾട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം, എങ്ങനെയാണ് അതിൻ്റെ സെറ്റിങ്സ് എല്ലാം ഞാൻ തുടർച്ചയായിട്ട് വീഡിയോയിൽ കാണിക്കാം. നമുക്ക് വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഡിവൈസ്. ഇവിടുന്ന് ആമസോണിൽ നിന്ന് മേടിച്ചാണ്. അതിനകത്തൊന്നും പൈസയൊന്നുമില്ല, വെറും 300 സംതിങ് ആണ് കണ്ടത്. വലിയൊരു കുഴപ്പമില്ല. നമ്മൾ സാധാരണ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചെടികൾക്കൊക്കെ അങ്ങനെ ഫ്ലാഷായിട്ട് നോക്കാൻ പറ്റില്ലെങ്കിലും വീട്ടിലുള്ള അത്യാവശ്യം ചെടികൾക്കൊക്കെ നോക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇതിന്. ഇങ്ങനെ 2 പ്രോബ് ഉണ്ട്. ഒരു അലൂമിനിയം, ഒരു കോപ്പറായിട്ടാണ് ഇതിൻ്റെ 2 പ്രോബുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് pH പറ്റി കൂടുതൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പം നമുക്ക് ഇതിന്റെ ഈ മീറ്ററിന്റെ ഡയല്, പിന്നെ അതിന്റെ താഴ്ഭാഗത്ത് 2 ഒരു സ്വിച്ചാണുള്ളത്. അതൊരു 3-വേ സ്വിച്ചായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ. ഒന്ന് മോയ്സ്ചർ, പിന്നെ മോയ്സ്ചർ നമ്മൾ വെറ്റ് ഡ്രൈ എന്നുള്ള കാണിക്കുന്ന ഒരു സംഭവം, പിന്നെ pH-ഉം ലൈറ്റും. ഇത് 3 നമുക്കിതിൽ ഈ മീറ്റർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിതിൻ്റെ പ്രോബൊക്കെ എപ്പോഴും നമ്മൾ ഓരോരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി വെക്കണം. നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്തതിന് ശേഷം പിന്നെ അത് ക്ലീൻ ചെയ്യാണ്ട് മറ്റുള്ളവർ കൊണ്ടുപോയിട്ട് നമ്മൾ കയറ്റുള്ളൂ. ഇതിലേക്ക് കുത്തി കയറ്റുമ്പോൾ ശ്രദ്ധിക്കുന്നതിൻ്റെ ടോപ്പ് ഭാഗത്ത് പിടിച്ചിട്ട് കയറ്റാൻ വെക്കരുത്, ഒടിഞ്ഞു പോകും. അപ്പോൾ ഈ പ്രോബ് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ വേണം ഇതിനകത്ത് കയറ്റി വയ്ക്കാൻ. ഇപ്പം മീറ്ററിൽ താഴായിട്ട് നമുക്ക് മോയ്സ്ചർ, പിന്നെ ലൈറ്റ്, pH ഇങ്ങനെ കാണാം. ഇത് വീട്ടിലൊരു റംബുട്ടാൻ്റെ ചെടിയാണ്. ഏകദേശം ഒരു വർഷ ചെടിയാണ്. നമുക്കിതിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഏകദേശം ഒരു 4-5 കൂടുതൽ തന്നെ ഇത് നമ്മൾ ഇറക്കി വെക്കണം. ഇപ്പോൾ ഇത് നമ്മൾ ലൈറ്റിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലൈറ്റ് ഒരു 200 നമുക്ക് കിട്ടിയാൽ തന്നെ അത്യാവശ്യം വെളിച്ചമാണ്. വെളിച്ചം കൂടുതലുണ്ട്. കുറച്ച് വെളിച്ചുള്ള സമയത്തായിരുന്നു കിട്ടുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒന്ന് മോയ്സ്ചറിൽ ഇട്ട് നോക്കാം. നമുക്ക് എന്തുമാത്രം വർക്ക് ചെയ്യണമെന്ന് നോക്കാം. മോയ്സ്ചറിൽ ഏകദേശം ഫുള്ളായി വെറ്റിൽ ലാസ്റ്റിലാണ് കിടക്കുന്നത്. ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് നനച്ചിട്ടേ ഉള്ളൂ. അതാണ് ലാസ്റ്റ് വെറ്റിൻ്റെ ലാസ്റ്റ് കിടക്കുന്നത്. അതിങ്ങനെ ഡ്രൈ പറഞ്ഞാൽ അങ്ങനെ ഓരോ സ്കെയിൽ അനുസരിച്ചിട്ട് വരുന്നത്. നമുക്കത് മാറ്റിയിട്ടൊന്ന് pH-ലേക്ക് മാറ്റിയിട്ട് ഒന്ന് നോക്കാം. ഇപ്പം നമ്മൾ നോക്കുന്നത് pH ആണ്. pH 7 കൂടുതലുണ്ട്, 8-ൻ്റെ അടുത്തുണ്ട്. 7.5-ന് അടുത്തുണ്ട് കേട്ടോ. 6.5 7.5 വരുമ്പോൾ നമുക്കൊരു നല്ലൊരു pH റേഷ്യോ ആണ്, അളവാണ് കിട്ടുന്നത് അതിൽ. അതുകൊണ്ട് വലിയൊരു കുഴപ്പം വരാൻ സാധ്യതയില്ല. ഇത് അടുത്തൊരു പ്ലാവ് മരമാണ്, വിയറ്റ്നാം മേലിൻ്റെ പ്ലാവാണ്. ഇത് ഏകദേശം 1 വർഷമായ ചെടിയാണ്. നമുക്ക് ഇതിൻ്റെയും കൂടി ഒന്ന് നോക്കാം. ഇനി നമുക്ക് ഈ പ്ലാവിലൊന്ന് നോക്കാം. പ്ലാവിൽ നമുക്ക് ഏകദേശം അത്ര തന്നെയാണ് കാണിക്കുന്നത്. നേരത്തെ കാണിച്ച പോലെ 6 കൂടുതൽ 7.5-നടുത്ത് ഏകദേശം കാണിക്കുന്നുണ്ട്. മഴ കഴിഞ്ഞുകൊണ്ടുള്ളൊരു വ്യത്യാസം കൂടെ ഉണ്ടാവും. ഇനിയിപ്പോൾ കുമ്മായൊക്കെ ഇട്ട് മണ്ണൊന്ന് കുറച്ച് ട്രീറ്റ് ചെയ്തിട്ട് ശരിക്കും
7 തന്നെ നിർത്തണം. കൂടാണ്ട് ഈ ചെടികൾക്ക് നമ്മുടെ സാധാരണ ഈ നാരക വർഗത്തിൽപ്പെട്ടതിന് കുറച്ച് pH കൂടി കഴിഞ്ഞാലും വലിയൊരു പ്രശ്നം ബാധിക്കുന്നില്ല. ഇത് വെറ്റാണ് നമ്മൾ മാറ്റിയിട്ടപ്പോൾ കിട്ടിയത്. വെറ്റ് നമ്മൾ മോയിസ്ചറൈസിങ് ബട്ടണിലിട്ടിട്ടാണത്. ഇത് നമ്മൾ ഒരു ചെറിയൊരു മാവിൻ്റെ തയ്യാണത്, പോട്ടിൽ വെച്ചതാണ്. ഇതിൽ pH നമ്മൾ നോക്കിയപ്പോൾ കുറഞ്ഞ കാണിക്കുന്നത്. നേരത്തെ നമ്മൾ പുറത്ത് നോക്കിയില്ല, ഭൂമിയിൽ നോക്കിയത് അതിലും കുറഞ്ഞ കാണിക്കുന്നത്. ഏകദേശം 7 ഉള്ളതിൽ കറക്റ്റാണത്. ഇതിന് പോട്ടിങ്സ് നമ്മൾ റെഡിയാക്കി വെക്കുന്നല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പം പിന്നെ ഇതിപ്പോൾ നമ്മൾ മോയിസ്ചർ പച്ചയിലാണ് നിൽക്കുന്നത്, കുഴപ്പമില്ലാത്ത മോയിസ്ചറാണ്. ഇത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ.